റാപ്പർ വേടന്റെ പരിപാടിക്കിടെ പാലക്കാട് കോട്ടമൈതാനത്തുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം ഈടാക്കുമെന്ന പാലക്കാട് നഗരസഭ. പരിപാടിക്ക് അനുമതി തേടിയത് പട്ടികജാതി വികസന വകുപ്പാണെന്നും പരിശോധനകൾക്ക് ശേഷം പോലീസിലും പരാതി നൽകുമെന്നും നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികം, അതായത് 2ാമത്തെ ടേമിൻ്റെ 4ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പട്ടികജാതി വകുപ്പും അതേപോലെ തന്നെ സാംസ്കാരിക വകുപ്പും ഒക്കെ ചേർന്നിട്ടാണ് ഇവിടെ പാലക്കാട് കോട്ടമൈതാനത്ത് വേടൻ്റെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. ആ ചെറിയ കോട്ടമൈതാനത്ത് ആകെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് 3000-4000 പേരാണ് കപ്പാസിറ്റി. അവിടെ 10,000-കണക്കിന് ആളുകൾ വരികയും ഞാൻ മനസ്സിലാക്കുന്നു വേടനാകെ 3 പാട്ടേ പാടാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഇതിലേറ്റവും നിർഭാഗ്യകരമായ ഒരു സംഗതി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ തന്നെ ലക്ഷങ്ങൾ ചെലവഴിച്ച് ലഹരിമുക്ത കേരളം എന്നൊരു പരിപാടി വലിയ തോതിൽ നടപ്പാക്കുന്നു. ഇത് എക്സൈസ് മന്ത്രിയുടെ നാട് കൂടിയാണ്. എക്സൈസ് മന്ത്രിയുടെ നാട്ടിൽ തന്നെ ലഹരിമുക്ത കേരളം എന്ന വലിയൊരു മുദ്രാവാക്യം കേരളത്തിൽ മുഴുവൻ നടന്ന് പറയുന്ന ആൾ തന്നെ 4ാം വാർഷികത്തിൻ്റെ പരിപാടിയിൽ ഒരു NDPS കേസിലെ പ്രതിയെ കൊണ്ടാണ് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ്. അതുമാത്രമല്ല, ആ ഗ്രൗണ്ടിൽ പൊതുമുതൽ നശിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. 100 കണക്കിന് മദ്യ ബോട്ടിലുകൾ അവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ നാശനഷ്ടം പാലക്കാട് നഗരസഭ കണക്കാക്കിയിട്ട് പട്ടികജാതി വകുപ്പാണ് ഇപ്പോൾ ഈ ഗ്രൗണ്ട് ബുക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ സംഘാടകരോട് ഇതിൻ്റെ നഷ്ടപരിഹാരം ആവശ്യപ്പെടാനായിട്ടുള്ള നടപടികളുമായി പാലക്കാട് നഗരസഭ മുന്നോട്ട്. വേടനെ എത്തിച്ചതിൽ സർക്കാരിനെതിരെ BJP വിമർശനമുന്നയിച്ചു. ലഹരിമുക്ത പരിപാടി സംഘടിപ്പിക്കുന്ന സർക്കാർ വാർഷികാഘോഷത്തിന് എന്തിനാ NDPS കേസ് പ്രതിയെ എത്തിച്ചെന്ന BJP സംസ്ഥാന ട്രഷറർ കൂടിയായ ഇ കൃഷ്ണദാസ് ചോദിച്ചു. UTV ന്യൂസ്, പാലക്കാട്.